ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേഠിയിൽ KL ശർമ്മ മത്സരിക്കും. വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് തുളസി നൽകും. തുളസി, ഏറെ ആകാംക്ഷ, സസ്പെൻസ്, ഒടുവിൽ റായ്ബറേലിയിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഒരു സസ്പെൻസ് തന്നെയാണ്. കാരണം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന മണിക്കൂറുകളിലാണ് ഇപ്പോൾ മണ്ഡലങ്ങൾ കടന്നിരിക്കുന്നത്. ആ ഒരു അവസാന ദിനത്തിലാണ് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായ റായ്ബറേലിയിലും അമേഠിയിലും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ മത്സരിച്ചേക്കും എന്ന തരത്തിൽ കേന്ദ്ര നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. അതേപോലെ തന്നെ അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയാണ് മത്സരിക്കുന്നത്. രാഹുലിന്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിശ്വസ്തനാണ് ഇദ്ദേഹം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കുറച്ച് നാളുകളായി ഈ രാഹുലിന്റെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന വ്യക്തി കൂടിയാണ് കിഷോരിലാൽ ശർമ്മ. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ വരുന്നു. അതോടൊപ്പം തന്നെ വയനാട്ടിലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട്. ഈ റായ്ബറേലി നെഹ്റു കുടുംബത്തിന്റെ ഒരു പരമ്പരാഗത സീറ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം സോണിയാഗാന്ധി നേരത്തെ തന്നെ ഈ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നാണ് ലോക്സഭയിലേക്ക് എത്തുന്നത്. മുൻ വർഷങ്ങളിൽ 1,67,000 വോട്ടിനായിരുന്നു സോണിയാഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. അതിന് മുൻ വർഷങ്ങളിലൊക്കെ തന്നെ 4 ലക്ഷത്തിനടുത്തോ അല്ലെങ്കിൽ അതിലധികമോ ഭൂരിപക്ഷത്തിന് സോണിയാഗാന്ധി വിജയിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു റായ്ബറേലി. എന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഭൂരിപക്ഷം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടെ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക്, അതായത് ലോക്സഭയിൽ മത്സരിക്കാതെ രാജ്യസഭയിലേക്ക് മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇനി റായ്ബറേലി രാഹുൽ ഗാന്ധിയിലൂടെ തന്നെ നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ പരാജയ ഭീതി കണ്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കുന്നത്, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞു എന്നതടക്കമുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ റായ്ബറേലിയിൽ രാഹുലിന്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ റായ്ബറേലിയിൽ വിജയിക്കുകയാണെങ്കിൽ വയനാട് മണ്ഡലം ഉപേക്ഷിക്കുമോ ഇല്ലയോ എന്നതിലൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. നേരത്തെ രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് വയനാട് ഉപേക്ഷിക്കില്ല, 2 ഇടങ്ങളിലും മത്സരിച്ചാലും വയനാട് ഉപേക്ഷിക്കില്ല എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. എങ്കിൽ കൂടി റായ്ബറേലി നെഹ്റു കുടുംബത്തിന്റെയും അതുപോലെ തന്നെ ഈ BJPയുടെ ആരോപണങ്ങൾക്കിടയിലെ ഒരു വിജയം കൈവരിക്കുകയാണെങ്കിൽ റായ്ബറേലി നിലനിർത്താൻ ഒരു സാധ്യതയും കാണുന്നുണ്ട്. ലിബീഷ്. ശരി തുളസി, ഒടുവിൽ കോൺഗ്രസ് സസ്പെൻസ് പൊളിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ സ്ഥാനാർത്ഥി, അമേഠിയിൽ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ KL ശർമ്മയും സ്ഥാനാർത്ഥിയാകും. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്ന വിവരങ്ങളാണ് തുളസി നൽകിയത്.